ഈ കുട്ടികളും എൻ്റെ മോളുമായിട്ട് വളരെ സൗഹൃദത്തിലാണ്. അത് ഈ കുട്ടികളുടെ ഏതെങ്കിലും ചടങ്ങുകളുടെ വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ കാണാം. എല്ലാത്തിലും ഈ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാത്തിലും വളരെ അടുപ്പത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും കുറേ വീഡിയോകളാണ്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു ജസ്റ്റിന്? അനുവാദം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും QR കോഡ് കമ്പനിയിൽ ഇരിക്കുമ്പോൾ എന്തിനും ഇവരുടെ QR കോഡിൽ വാങ്ങിക്കാൻ അനുവാദം കൊടുക്കണ്ടേ? പിന്നെ ഇവർ ഈ പറഞ്ഞ എന്തോ ഒരു ടാക്സ് ഇഷ്യൂവിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒറ്റ കാര്യം ഞാൻ പറയാം, നമ്മൾ കൃത്യമായി ടാക്സ് അടയ്ക്കുന്നവർ, അതിപ്പോൾ നമ്മൾ ഈ കേസ് നമ്മൾ ബോധിപ്പിക്കണമല്ലോ, നമ്മുടെ എല്ലാ റെക്കോർഡ്സ് ഇരിക്കുക. ടാക്സ് അടയ്ക്കാൻ വേണ്ടി അല്ല എന്തെന്നോ തട്ടിപ്പടത്താൻ വേണ്ടി ഡെയിലി ഞങ്ങളുടെ QR കോഡ് വഴി പണം വാങ്ങിയിട്ട് അന്നന്ന് വൈകുന്നേരം ദിയയ്ക്ക് കൊണ്ട് ക്യാഷായിട്ട് കൊടുക്കുന്നു. അങ്ങനെ പൈസ ഇവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ QR കോഡിലുണ്ട് ഇവർ സമ്മതിച്ചിരിക്കുന്നത് പണം വാങ്ങിയതായിട്ട്. എന്നാൽ പണം കൊടുക്കണമെങ്കിൽ എവിടെന്നെങ്കിലും ഇവർ വിഡ്രോ ചെയ്യണമല്ലോ. വിഡ്രോ ചെയ്താൽ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുമല്ലോ. അപ്പോൾ ഇവർ കൊടുക്കണത് ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ വിഡ്രോ ചെയ്തേ പറ്റും. വിഡ്രോ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മാത്രം ഇതെല്ലാം നോക്കിയാൽ മതി, സ്റ്റേറ്റ്മെൻറ്റ് കാണാം. സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് പോലീസുകാർ അന്വേഷിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പലപ്പോഴും തോന്നിയതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സുഖമില്ലാതെ ആശുപത്രിയിലാവുന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ പ്രഗ്നൻസിയുടെ ഇഷ്യൂ വന്നപ്പോഴാണ് ഈ പ്രോബ്ലം ആരംഭിച്ചത്. അപ്പോൾ എന്നും ഒരു ആഴ്ചയിൽ എന്നും ചോദിക്കുക, ചേച്ചി ഇന്ന് ആരും വന്നില്ല ചേച്ചി, കസ്റ്റമേഴ്സ് ഇല്ല, മറ്റാണ് മറിച്ചതാണ്. അപ്പോൾ ഏതൊക്കെയോ സമയത്ത് ഇവിടെ ഇതിട്ട് നോക്കി, എന്താ പറയുക, ഈ CCTV വീഡിയോ. അപ്പോൾ കസ്റ്റമേഴ്സ് വന്നു പോയില്ല, ഇല്ല ചേച്ചി അവർ വാങ്ങിച്ചില്ല ചേച്ചി, ഇങ്ങനെ പറഞ്ഞു പൊക്കോട്ടിരുന്നു. അപ്പോൾ ഇവരുടെ ഓൺലൈൻ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടും വരുമാനം വരുന്നത് കൊണ്ടും ഇതിൽ വലിയതായിട്ട് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് വലിയൊരു പിടിപ്പുകേട് വെച്ചാൽ ഇനി ആരെന്ത് സംരംഭം തുടങ്ങിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക, കടയിൽ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം, എല്ലാ ദിവസവും കണക്കുകൾ പരിശോധിച്ചിരിക്കണം. പിന്നെ ഇതൊക്കെയാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ ഇത് ഈ വിഷയം നടന്നപ്പോഴാണ് വലിയ സ്ഥാപനങ്ങളിലെ പലരും വിളിച്ചിട്ടുണ്ട്, കൃഷ്ണന്മാരെ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയൊക്കെ നമ്മൾ നിരീക്ഷിച്ചാലും തട്ടിക്കേണ്ടവർ തട്ടിക്കും. അതങ്ങനെയാണ്. പണം പോയവർ ഇന്നലെ എത്രയോ പേരാണ് ഞങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നറിയോ, ഇതിന് ഇങ്ങനെ ചെയ്യണം, ഇത് ഈ നിയമം വഴിയാണ് പോകേണ്ടത്, ഇന്നതാണ് ഇന്നത്തെ വകുപ്പ്. കാരണം ഞങ്ങളെന്ന് വെച്ചാൽ വലിയ ബിസിനസ്സുകാരല്ല, ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല. എൻ്റെ മകൾ ഒരു ലൈഫിൽ ആദ്യമായിട്ട് ഒരാൾ ബിസിനസ് തുടങ്ങുക, അവൾ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങുന്നു. ഈ ബിസിനസ് തുടങ്ങി ആദ്യമെല്ലാം നിങ്ങൾ നോക്കുക എത്ര കൃത്യമായിട്ട് പോയി. ഈ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായ ഈ സുഖമില്ലാത്ത സ്പേസിൽ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ കൂടെ നിന്നവരെ പറ്റി നമ്മൾ എങ്ങനെ സംശയിക്കും? അവരടുത്ത് പറയുകയാണ് ആ കണക്ക് നോക്കണം, ഈ കണക്ക് നോക്കണം, എല്ലാം പറഞ്ഞവർ ഇവർ ചെയ്യുകയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു. പക്ഷേ പണം പോയി. ഈ മെയ് മാസത്തിൽ വളരെ വേരിയേഷൻ വന്ന ഓഡിറ്റർ പറഞ്ഞു ഇല്ല, ഇവിടെ സ്റ്റോക്ക് മിസ്സിംഗ് ആണ്, അതനുസരിച്ച് പണം വന്നിട്ടില്ല. അവിടെ നിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നതും ഇവരോട് ചോദിക്കുമ്പോഴാണ് ആദ്യം പറഞ്ഞ് കുറച്ച് പൈസ എടുത്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ കണക്ക് വലുതായി. ഫോൺ വാങ്ങിച്ച് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് വ്യാപ്തി മനസ്സിലാക്കുന്നത്. അതിന് ശേഷമാണ് ഈ ത്രട്ടനിങ് വന്നപ്പോൾ നമ്മൾ പരാതിക്ക് പോയി. അല്ലെങ്കിൽ ഞാൻ 4 പെമ്പിളരെ വളർത്തുന്ന ബുദ്ധിമുട്ട് തന്നെയാണ്. ആ വളർത്തിയ പോലെ ഇവരുടെ മാതാപിതാക്കളും ഇവരെ വളർത്താൻ ബുദ്ധിമുട്ടിക്കാണും. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഇവർ പറയുന്ന ചാറ്റുണ്ട്, ഞങ്ങളെപ്പറ്റി പുറത്ത് പറയരുത്, പുറത്ത് പറഞ്ഞ ആത്മഹത്യയല്ല, വേറെ മാർഗ്ഗമില്ല. ആത്മഹത്യ എന്നൊരു വാക്ക് സ്ഥിരത്തിൽ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടല്ല, എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒത്തുതീർപ്പാക്കി അവർ തരാൻ വരുന്നത് തരട്ടെ, അവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് തീരുമാനം എടുത്തത് ഞാനാണ്. അതെ, ചിലപ്പോൾ എൻ്റെ പോരായ്മയായിരിക്കും. ഫോട്ടോ പുറത്ത് വന്നത് വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിടുന്നുണ്ട്. അന്നേ ദിവസം തന്നെയാണ് 8,83,000 രൂപ കൈമാറുന്നത്. ആ സംഭവം എന്താണ്? ഇങ്ങനെയാണ് ആ പണം അവർ തരാൻ തയ്യാറാകുന്നതും അതിന് അവർ പറഞ്ഞൊരു കാരണം അവരുടെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ, അവർ പണം വാങ്ങുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വിടുമെന്നും അവരെ അപമാനിക്കുമെന്നും യൂട്യൂബിൽ ട്രെൻഡിങ് ആക്കി നിർത്തുമെന്നും ഭീഷണിപ്പെടുത്തി അവരുടെ ഭാവി തുലയ്ക്കുമെന്ന ഭീഷണിയൊക്കെ കൊണ്ട് അവർ തരേണ്ടി വന്നതാണ്, നിർബന്ധിതരായതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയം എന്താണ് സംഭവിച്ചത്? പണം വാങ്ങുന്നതും ആ വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിടുന്നതുമായിരുന്നു. അതായത് ഇവർ രാവിലെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2-3 ലക്ഷം രൂപയായിട്ടാണ് ഇവർ വരുന്നത്. അതിനുശേഷം ഈ ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി പിടികിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ ആ ഒരു ആർക്കോൺ ബിൽഡേഴ്സിൻ്റെ ഓപ്പൺ ഏരിയയിൽ ഇരുന്നിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മകളും ഭാര്യയും സംസാരിച്ചിരുന്നപ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഡെപ്ത് പിടികിട്ടി എന്നെ വിളിച്ചു. അങ്ങനെ ഞങ്ങളവിടെ വരുന്നു. അപ്പോൾ അവിടുത്തെ അസോസിയേഷൻ ആൾക്കാരൊരു കൃഷ്ണന്മാർ ആൾ കൂടിക്കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞങ്ങൾ നേരെ ഈ ഓഫീസിലേക്ക് വരുന്നു. ഈ ഓഫീസിൽ ഒന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ ഇവർ കംപ്ലീറ്റ് കാര്യങ്ങളും സംസാരിച്ചു. ഞങ്ങളിങ്ങനെയൊക്കെ എടുക്കേണ്ടുന്ന സാഹചര്യം വന്നു, ഞങ്ങൾ പൈസ തരാം. അങ്ങനെ ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഇവിടുന്ന് വെളിയിൽ പോയി 3-4 മണിക്കൂറിനകത്ത് കുറേ പൈസയുമായിട്ട് വന്നു. 8,80,000 രൂപയായിട്ട് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ബാക്കി പൈസയുടെ കാര്യം എങ്ങനെയാണ്? അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ചെക്കായിട്ട് തരാം, പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും പൈസ തരാൻ പറ്റില്ല. ഞാൻ എത്ര പൈസ തരാം? അങ്ങനെ പറഞ്ഞ് ഞങ്ങളൊരു 15 ലക്ഷം രൂപയുടെ തരാം, 5 വീതം. അതാണ് ഈ പത്രത്തിൽ അവർ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും 5 ലക്ഷം രൂപ വീതം 3 തവണയായിട്ട്. ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ രാത്രി പോയിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട അടുത്ത നടപടി? ഇനി സെറ്റിൽമെൻറ്റ് വേണ്ട, നമുക്ക് നേരെ കേസിന് പോകാം. ഞാൻ അങ്ങനെ ഞായറാഴ്ച രാവിലെ 1-ാം തീയതി അന്ന് വിശ്വസിക്കുന്നു, അന്ന് ഞാൻ അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ ഓഫീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കും.
അത് കുറവില്ല. കാരണം ഈ പറയുന്നത് 23 ലക്ഷം രൂപയാണ് അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ ലഭിക്കുക. 8,83,000 രൂപ തന്നു ക്യാഷായിട്ട്. 15 ലക്ഷം രൂപ ഇനി തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ വെറുതെ 46 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചു. അല്ലാതെ വേറെ എന്തോ മാർഗം നിങ്ങളൊന്ന് പറയൂ. അല്ല, നിങ്ങൾക്ക് ഇത്ര നഷ്ടം വന്നതല്ലേ? അല്ല, ഇത്രയും നഷ്ടം വന്നിട്ട് ഇപ്പോൾ ആർക്കെതിരെ നടപടി വന്ന് നിങ്ങളൊന്ന് ആലോചിക്കൂ. നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളെപ്പറ്റി നല്ല ബോധമുള്ള ഒരാൾ, 56 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഒരാളാണ്, കലാകാരനായിട്ടും രാഷ്ട്രീയത്തിലെല്ലാം നിന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം പോയിട്ട് നമ്മൾ എന്താ ഇന്നത്തെ കാലത്ത് നോക്കുന്നത്? പണം കിട്ടണമെങ്കിലുണ്ടല്ലോ 10-20 വർഷം പോകും. നമ്മൾ ആയുസ്സോടെ ജീവനോട് പോലും ഭൂമി കാണത്തില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞു. ഈ ഗർഭിണിയായിട്ടിരിക്കുന്ന കുട്ടി കേസൊന്നും ഒഴിവാക്കില്ല. ഇനിയിപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല സഹോദരൻ. ഈ സംസാരം നടക്കുന്നത് പൂർണ്ണമായും ഈ ഒരു പോലീസിന്റെയോ മറ്റെന്തെങ്കിലും നിയമ സംവിധാനത്തിന്റെയോ പിന്തുണയോടെ അല്ല. പകരം നിങ്ങൾ തമ്മിലുള്ള ഒരു തീർച്ചയായിട്ടും ചർച്ച നടക്കും, അതിൽ സെറ്റ് ചെയ്യും. അതെ. അപ്പോൾ അവർ പൊക്കോട്ടെ, പ്രശ്നമില്ല, അവരുടെ ഭാവി നശിപ്പിക്കേണ്ട, ഈ ഒരു പ്രശ്നത്തിലില്ല എന്ന് മാത്രം കരുതി 46 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചു എന്നാണ് സംശയം. 46 ലക്ഷം ഇത് കണക്ക് പ്രകാരമാണ് ഈ 69. ഇനി അടുത്ത വിന വരാൻ പോകുന്നുണ്ട്. പക്ഷെ നമുക്കതിന് തെളിവില്ലാത്തതുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കാത്തത്. സ്റ്റോക്ക് മിസ്സിങ്, ക്യാഷ് പോയിരിക്കുന്നത്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളൊരു കാര്യം പറയുമ്പോൾ തെളിവില്ലാതെ സംസാരിച്ച് കഴിഞ്ഞാൽ ചാനലിൻ്റെ മുമ്പിൽ ഒന്ന് എനിക്ക് എന്ത് വേണോ പറയാം. പക്ഷെ നാളെ കോടതിയിലോട്ട് പോകുമ്പോൾ ശാസ്ത്രീയമായ തെളിവില്ല, അവിടെ നിൽക്കത്തില്ല. അവിടെ ഈ ആരോപണം ഉന്നയിക്കാൻ വളരെ ഈസിയാണ്. നിങ്ങളതിനെ ആലോചിക്കുക. ഇന്ന് കേരളത്തിൽ ഇന്നലെ നിങ്ങൾ ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്ത ഓരോരുത്തരും നിങ്ങളിൻ്റെ താഴെ പോയി നമ്മളെല്ലാം കമൻസ് വായിക്കുന്ന സ്വഭാവമാണ്, വായിച്ചു നോക്കൂ. ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു.